കുട്ടിക്കാലത്തെ ചെറിയ കളിപ്പാട്ടങ്ങൾക്കും മിഠായിക്കും വേണ്ടി വാശി പിടിക്കുന്ന അമ്മയുമായി വഴക്കിടുന്ന മക്കളെ കാണാറില്ലേ? എന്നാൽ വലുതായി കഴിയുമ്പോഴും മക്കൾ ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ടെങ്കിലോ, അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ, കലഹം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. മാതാപിതാക്കൾക്ക് കണ്ണീരും വേദനയും സമ്മാനിക്കുന്ന മക്കൾ പല കുടുംബങ്ങളിലുമുണ്ട്. കഞ്ചാവ് ലഹരിയിൽ അച്ഛനെയും അമ്മയെയും പോലും കൊലപ്പെടുത്താൻ മടിക്കാത്തവർ. തൊടുപുഴയിൽ അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ലഹരിക്കടിമയായ യുവാവാണ്. ഇടവെട്ടി മൈലാടുംപാറ സ്വദേശിനി റേച്ചൽ ജോസഫാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ ലിജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊടുപുഴയ്ക്ക് സമീപം ഇടവെട്ടി മൈലാടുംപാറയിലാണ് വൈകിട്ടോടെ അമ്മയെ മകൻ തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. സംഭവശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി ലിജോയെ തൊടുപുഴ പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടി. പ്രതി ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു. വീടിന്റെ പിന്നാമ്പുറത്താണ് തല പൊട്ടി ചോര വാർന്നൊലിക്കുന്ന നിലയിൽ റേച്ചലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. മോനാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം വീട്ടിൽ നിന്ന് എനക്കൊന്നും കേൾക്കാത്തതുകൊണ്ട് തൊട്ട അടുത്ത് താമസിക്കുന്ന എനിക്ക് നോക്കിയപ്പോൾ കണ്ടു എന്നാണ്. കസ്റ്റഡിയിലെടുത്ത ലിജോയെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. കൊലയിലേക്ക് നയിച്ച കാരണമെന്തെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇടയ്ക്ക് വീട്ടിൽ അമ്മയും മകനും ബഹളമുണ്ടാക്കിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. ലിജോയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായും സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടം എഴുകുംവയലിൽ മാതാപിതാക്കളെ മകൻ കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടൽ വിട്ടുമാറും മുൻപാണ് ഇടുക്കി ജില്ലയിൽ വീണ്ടും ഒരു അരുംകൊല. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.